ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ട്രിവാൻഡ്രത്ത് സെറ്റിലായ പിന്നെ നമ്മൾ പോകുന്ന കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ജേർണിയാണിത്. ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. സാധാരണ ടെമ്പിളിൽ പോകുമ്പോൾ നേരത്തെ പോകുന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ തീരുമാനമായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് ജേർണി വരുന്നുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ പറഞ്ഞ് ഈ അമ്പലത്തിലേക്ക്. ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രകളിൽ ഡ്രൈവിംഗ് ഏട്ടൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ മ്യൂസിക്കും ലൊക്കേഷനൊക്കെ നോക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അമ്പലത്തിൽ പോവായതുകൊണ്ടും നവരാത്രി ആയതുകൊണ്ടും കുറച്ച് ഡിവോഷണൽ അടിപൊളി സോങ്സൊക്കെ വെച്ചിട്ടായിരുന്നു യാത്ര. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ലൊക്കേഷൻ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീ ആദികേശവ പെരുമാൾ തിരുവട്ട ടെമ്പിളിലാണ്. ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് പണ്ട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അമ്പലം നമ്മുടെ കേരള സ്റ്റൈലുമായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഇവിടുത്തെ ആർക്കിടെക്ചർ ദ്രാവിഡിയൻ ആൻഡ് കേരള സ്റ്റൈലിൻ്റെ ഒരു ഫ്യൂഷനാണ് വരുന്നത്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിന് എക്സാക്ട്ലി ഒരു മിറർ ഇമേജ് പോലെയാണ് ആദികേശവ പെരുമാൾ ടെമ്പിളിൽ വിഗ്രഹ പ്രതിഷ്ഠ വരുന്നത്. രണ്ട് സ്ഥലത്തും അനന്തശയന രൂപത്തിലാണ് ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠ. ഒരു സ്ഥലത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് എന്ന് മാത്രം. പത്മനാഭസ്വാമി ടെമ്പിളിലെ വിഗ്രഹത്തിന് 18 അടിയാണെങ്കിൽ ഇവിടെ 22 അടിയാണ് വിഗ്രഹത്തിൻ്റെ നീളം വരുന്നത്. രണ്ട് ക്ഷേത്രങ്ങളിലെയും പൂജാരീതികൾക്ക് സിമിലാരിറ്റി ഉണ്ട്. കൂടാതെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ജോഗ്രഫിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്രേ. ഇതിനെ ചുറ്റി 3 നദികൾ ഒഴുകുന്നുണ്ട്. നമ്മളുടെ ഔട്ടർ കോറിഡോറിൽ 224 സ്റ്റോൺ പില്ലേഴ്സും ഒത്തിരി മ്യൂറൽ പെയിൻറ്റിങ്സ് എല്ലാം ഉണ്ട്. അതൊന്നും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വന്നിട്ട് നേരിട്ട് കാണണം എല്ലാവരും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവിടുന്ന് തൊഴുതിറങ്ങുമ്പോൾ നമുക്ക് പത്മനാഭസ്വാമിയെ കണ്ട് തൊഴുതതുപോലെ തന്നെ അനുഭവപ്പെടും. എന്നാൽ അവിടുത്തെ പോലെ സെക്യൂരിറ്റി ഇഷ്യൂസോ ഡ്രസ് കോഡോ മറ്റൊന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഏതൊരു സാധാരണ അമ്പലത്തിലെ പോലെ മൊബൈൽ ഫോൺ റെസ്ട്രിക്ഷൻസ് ചെറുതായിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ചിത്രങ്ങളൊക്കെ പകർത്തി ഒക്കെ പോരാൻ സാധിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.